സ്റ്റാർട്ട് ചെയ്യട്ടെ? ആക്ഷൻ ആക്ഷൻ പറ ആക്ഷൻ. തുടങ്ങട്ടെ? ഞാൻ ഇപ്പോഴെങ്കിലും കല്യാണം കഴിക്കില്ല, ഒരു 28 വയസ്സ് കഴിഞ്ഞിട്ടേ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു നടന്ന ഒരാളാണ് ഗായത്രി. എപ്പോ ചോദിച്ചാലും ഞാൻ 28 അത് കഴിഞ്ഞ് കെട്ടുള്ളൂ. ഒരിടയ്ക്ക് ചേച്ചിന്റെ അടുത്ത് കെട്ടില്ലാന്ന് ഒരു പറഞ്ഞിരുന്നു. അതെ അതെ, വളരെ കഷ്ടപ്പെട്ട് ഗായത്രി തന്നെ വളച്ചെടുത്താണ് ആ പയ്യനെ, പാവം പയ്യനെ. ഇങ്ങനെ ചാടിത്തുള്ളി ഒറ്റയെടുത്ത് കുതിര നടക്കുന്ന പോലെ കുത്തി കുത്തി നടന്ന് അങ്ങനെയൊക്കെ ഭയങ്കര ജോലിയായിട്ടുള്ള ഭയങ്കര അടിപൊളി ഒരു ഫ്രണ്ടാണ്. ട്രിപ്പിൾ വെച്ചിട്ട് ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു ഗായത്രി ശ്രീഹരിയും. ഓക്കെ, ഇവരുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ ആ ക്യാമ്പസിൽ വെച്ചിട്ട് തന്നെയാണ്. ആദ്യമായിട്ട് കാണുന്നത് ഒരു സൈറ്റ് വിസിറ്റിനാണ് ഞാൻ നോക്കുമ്പോൾ ഫുൾ ഹെഡും ഫുൾ ഫേസും ഒക്കെ കവർ ചെയ്ത ഒരാൾ, അവിടുത്തെ സൈറ്റ് എൻജിനീയർ, എന്താ പറയുക, അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അത്രയും നോയ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ സൈറ്റിൽ. അപ്പോൾ ബാക്കി എല്ലാവരും കേൾക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരാൾ അവിടെ ഫോൺ വെച്ച് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക, അത് പിന്നീട് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവൻ കൊള്ളാമല്ലോ, ഈസ് എ കംപ്ലീറ്റ് നേർഡ് എന്നാണ് ഞാൻ ആ സമയം ചിന്തിച്ചത്. അങ്ങനെയാണ് ഫസ്റ്റ് തന്നെ ഹരി എൻ്റെ കണ്ണിൽ പെടുന്നത്. ആർക്കും അറിയാതെ അവർ വളരെ രഹസ്യമായിട്ട് വെച്ച് അവസാനമാണ് അവരത് പബ്ലിക് ആക്കിയത്. ഇതിന് ഒരു കൈൻഡ് ഓഫ് എന്താ പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഇട്ട് കൊടുത്തത് ഞങ്ങൾ കുറച്ച് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ബാച്ചിലല്ലാഞ്ഞിട്ട് പോലും അവരെ ഞങ്ങൾ ഇതിനകത്തേക്ക് വലിച്ചു കയറ്റി ഇവർക്ക് രണ്ടുപേർക്കും അതെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചതിനുള്ള ക്രെഡിറ്റ് ഞങ്ങൾ എല്ലാവരും ഏറ്റെടുക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ വി യൂസ് ടു എന്താ പറയുക ടോക്ക് ടുഗെദർ. നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഒക്കെ വന്നു. അപ്പോൾ വി യൂസ് ടു ബി ഇൻ സെയിം ഗ്രൂപ്പ്. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഐ ഫെൽറ്റ് ഹി ഈസ് എ റിയലി ഗുഡ് ഗൈ. അപ്പോൾ എനിക്ക് തോന്നി ഇവൻ കൊള്ളാം, എങ്ങനെ ഉണ്ടാവും, എൻ്റെ ലൈഫ് പാർട്ട്ണറായ ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇവിടം വരെ എത്തിച്ചേർന്നിരിക്കുന്നു. ഗായത്രിയെ ഫസ്റ്റ് ട്രിപ്പിൾ ഐസിയിൽ വെച്ചാണ് ഞാൻ പരിചയപ്പെടുന്നത്. അതിനുശേഷം ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുപാട് യാത്രകളൊക്കെ പോകുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ ഗായത്രിയുടെ ഒരു ക്രഷ് തോന്നി, അങ്ങനെ ഇഷ്ടപ്പെട്ടു. നല്ല എക്സൈറ്റഡ് ആണ്. ലുക്കിംഗ് ഫോർവേഡ് ടു ഹാവിങ് എ ലൈഫ് വിത്ത് ഗായത്രി. ഭയങ്കര അമേസിങ് അല്ല, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഗായത്രി നമ്മളെ കൂടെ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അപ്പോഴേ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ശ്രീഹരി കോളിംഗ്, ശ്രീഹരി ഒരു ദിവസം ഇങ്ങനെ ഹരിന്ന് കണ്ടു. അപ്പൊ കോൾ എടുക്കാൻ ഞാൻ ഇങ്ങനെ ഫോൺ, ഇവളുടെ ഫോൺ ഇങ്ങനെ ഹരിയുടെ അപ്പുറത്തൊരു ലവ് വന്നു, ഫോൺ കട്ടി വാങ്ങി. അതേത് ഹരി, ഫോൺ കട്ടി വാങ്ങേണ്ടത്. അപ്പോഴും ശ്രീഹരിയാ നമ്മൾ അറിയത്തില്ല. അതിന്റെ അടുത്ത ദിവസമാണ് ഇവള് കട്ടൻ കുടിച്ചപ്പോ പറയുന്നത്, എടാ ഞാൻ ശ്രീഹരിയും സെറ്റായി. അങ്ങനെയാണ് അറിയുന്നത്. എനിക്ക് തോന്നുന്നു ഞങ്ങൾക്കൊരു 1.5 years ഞങ്ങൾക്കിപ്പോൾ പരിചയം ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞങ്ങൾ ഈ കാര്യം വീട്ടിലൊക്കെ അവതരിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തത്. ആൻഡ് അവർ പേരൻസ് വേ ഹാപ്പി വിത്ത് ദിസ് റിലേഷൻഷിപ്പ്. സോ അങ്ങനെ ഇതിപ്പോൾ ഈ കല്യാണം വരെ എത്തിയിരിക്കുന്നു. May 11, 2025.
കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ വൈഭോഗമേ परमेशनुक्त गीत भवजलदि पोत तरणि कुल संजात त्यागराजनुत सीता कल्याण वैभोगमे राम कल्याण वैभोगमे ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് സെറ്റാക്കിയ ഒരു റിലേഷൻഷിപ്പ് ജീവിത അവസാനം വരെ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ രണ്ടുപേർക്കും ഹാപ്പി മാരീഡ് ലൈഫ്. பிறந்த பயனடைய அடைய அடைய ஊர் பார்க்க கை கோர்க்கும் நாள் வந்ததே என்னாலும் அன்போடு ஆனந்தமே happy married life. Love you. என் கூட்டிலே ஒரு ஓரமாய் இருந்தேனடா கண்ணா வரமாகவே நீ வந்ததால் திளைத்தேனடா திசையின்றி நான் தேடி திரிந்தேன் தனியாகவே கண்ணே ஒளியாக நீ என்னை சேர்ந்ததால் பிழைத்தேன்